ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് അടിപൊളിയായിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ പൊതിച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ആ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കിയ കഥയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചോറിൽ നിന്ന് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്, അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോറൊക്കെ നന്നായിട്ട് അവിടെ സെറ്റാക്കാം കേട്ടോ. നമുക്ക് ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഉപ്പേരിയാണ് കേട്ടോ. തോരനായിട്ട് എന്താ എടുക്കാമെന്ന് ഇതിപ്പോൾ ഇതിന് ചൊരക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് കരുതി ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ, കടുക് പൊട്ടിച്ച് കൊടുക്കുക, കറിവേപ്പില, ചെറുള്ളി, കപ്പൽമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കുറച്ച് തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കുക. നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചൊരക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. 10 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി തോരനാണ് കേട്ടോ ചൊരക്ക. അപ്പോൾ അതുതന്നെ ഞാൻ സെലക്ട് ചെയ്തു കേട്ടോ. അപ്പോൾ തന്നെ ഒരു നുള്ള് നമ്മൾ കപ്പൽമുളക് പൊടിച്ചത് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വേണ്ട കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അരിഞ്ഞു വെച്ച ചൊരക്കയിട്ട് നമുക്കൊന്ന് ഒരു 5 മിനിറ്റ് അടുപ്പിട്ട് മൂടിക്കൊടുത്താൽ അടിപൊളിയായിട്ടുള്ള തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോരനൊക്കെ റെഡിയാക്കി ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ ഇതിന് അയില മീനാണ് കേട്ടോ. മീൻ പൊരിക്കാനാണ്. അപ്പോൾ മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീനാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു നുള്ളിട്ട് കൊടുക്കാം. ഇനി ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഒരു ചെറിയ നാരങ്ങ മതി കേട്ടോ. ഇത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിക്കാരം, ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ പണി നമുക്കിനി ഇതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക. ഓരോ മീനും ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിന് മീനൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിക്കണം. ചെറിയ ഉള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ പച്ചമുളക് അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു പാന് അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് മുട്ട ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അടിപൊളിയായിട്ടുള്ള മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ചമ്മന്തി ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു ചീനച്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 4 കപ്പൽമുളകും അതുപോലെ തന്നെ ഒരു 5-6 ചെറുള്ളിയും ഒരു 2 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ, ഇനി ഒരു മാങ്ങ ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ജാറിലോട്ട് പച്ച മാങ്ങയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് 2 കൈപ്പിടിയോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ നമ്മൾ വഴറ്റിയെടുത്ത കപ്പൽമുളകും ചെറുള്ളിയും വെളുത്തുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് കുറച്ച് കല്ലുപ്പ് ഇട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചമ്മന്തി ഇവിടെ റെഡിയായി. ഇതിന് വാഴ കഴുകി വൃത്തിയാക്കി ഞാൻ ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി 2 മീൻ പൊരിച്ചത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. കുറച്ച് ഉപ്പേരി വെച്ച് കൊടുക്കാം കേട്ടോ. ചൊരക്ക ഉപ്പേരിയാണ്, അത് കുറച്ച് സൈഡിൽ വെച്ച് കൊടുക്കാം. ഇനി ഒരു ഉരുള ചമ്മന്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി മുട്ട വെച്ച് കൊടുക്കാം കേട്ടോ. പകുതി മുട്ട പൊരിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി മിക്സഡ് അച്ചാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കില്ല, ചമ്മന്തിയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കാണുമ്പോൾ കൊതി വരാത്ത ആരെങ്കിലും ഉണ്ടോ? കൊതി വന്നവരൊന്ന് കമൻറ്റ് ചെയ്തേ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പൊതിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത താത്താക്കൊന്ന് കൊണ്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചഭക്ഷണം നമ്മുടെ സ്പെഷ്യലായിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ. വീഡിയോ ഇഷ്ടമായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക.